എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. ബാലഗോകുലം കൊച്ചി നഗരത്തിന്റെ 14ാമത് വിദ്യാഗോപാല മന്ത്രപൂജ അമരാവതി ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നു. ബാലഗോകുലം കൊച്ചി നഗരത്തിന്റെ 14ാമത് വിദ്യാഗോപാല മന്ത്രപൂജ അമരാവതി ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രാങ്കണത്തിൽ ഇടന്തല വിജയന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. അനിരുദ്ധ ജി പ്രഭു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നമ്മൾ സാധാരണ സ്കൂളില് ക്ലാസ്സിൽ ടീച്ചർ ചോക്ക് എടുത്ത് ഒന്ന് പുറകോട്ട് തിരിഞ്ഞാൽ നമ്മളപ്പോ എന്ത് തുടങ്ങും പറയേ വർത്തമാനം തുടങ്ങും അല്ലേ? അപ്പൊ ടീച്ചർ വേഗം തിരിയും. ഇവിടെ എപ്പോഴും അങ്ങനെ പറയാൻ നമുക്ക് സമയമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ശ്രദ്ധയുണ്ടാകണം. ഇത് പൂജയിൽ മാത്രമല്ല, ഈ പൂജയിൽ കൂടി ചില സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഏറ്റവും പ്രധാനം ശ്രദ്ധയുണ്ടാകുക എന്നുള്ളതാണ്. സാധാരണ പഠിക്കാനായിട്ട് അമ്മ അങ്ങനെ നിർബന്ധിച്ച് ഒരു തരത്തിൽ നമ്മൾ ഇരുന്ന് ബാലഗോകുലം കൊച്ചി താലൂക്ക് പൊതു കാര്യദർശി ബാബുരാജ് ടി.ആർ. സ്വാഗതം ആശംസിച്ചു. ബാലഗോകുലം കൊച്ചി താലൂക്ക് അധ്യക്ഷൻ വെങ്കടേഷ് ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി ഗോപാലകൃഷ്ണ ദേവസ്വം സെക്രട്ടറി എസ് കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ കന്നഡ പദ്യഞ്ജലിയിൽ എ ഗ്രേഡ് നേടിയ കുമാരി എ അനുഷ നിലവിളക്ക് തെളിയിച്ചു. ടി.ഡി. ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ സുധീഷ്യനായി സന്ദേശം നൽകിയ ശേഷം ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് വിജയികളായ കുമാരി എ അനുഷ, മാസ്റ്റർ കാർത്തികേശ്വനായി കുമാരി സേവകി പി.എസ്., മാസ്റ്റർ ഭാരത് കൃഷ്ണ ബി കമ്മത്ത്, കുമാരി ഐശ്വര്യ എം പ്രഭു, കുമാരി പാർവതി നന്ദ, കുമാരി സോദി സഞ്ജീവ് എന്നിവരെ ആദരിച്ചു. പ്രവീൺ നായിക നന്ദി രേഖപ്പെടുത്തി. പൂജയ്ക്ക് ശേഷം തങ്കമണി ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഭജനയും നടന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.